വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ് ഭൂമിക്കടിയിൽ നിന്നും വലിയ ശബ്ദം കേട്ടു എന്ന അനുഭവം നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ വാർത്തയിൽ തന്നെയാണ് കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരികൃഷ്ണനൊപ്പം കേരള യൂണിവേഴ്സിറ്റി ജിയോളജി വിഭാഗം മുൻ മേധാവിയും ജിയോളജിസ്റ്റുമായ ത്രിവിക്രം ജി കൂടി ചേരുന്നുണ്ട്. ഓവർ ടു ഹരി. പ്രജിൻ, അതായത് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ വയനാടും മറ്റിടങ്ങളിലും കോഴിക്കോടും ഒക്കെ അടക്കം ഇത്തരത്തിലൊരു ഭൂകമ്പം അല്ലെങ്കിൽ അത്തരത്തിലൊരു അസാധാരണ പ്രതിഭാസം ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ജിയോളജിസ്റ്റും കേരള സർവകലാശാല മുൻ ജിയോളജി വിഭാഗം മേധാവിയുമായ ത്രിവിക്രം ജി 24നോടൊപ്പം ചേരുകയാണ്. സർ, അതായത് ഈ വടക്കൻ ജില്ലകളിൽ പലയിടത്തും ഇത്തരത്തിലൊരു അസാധാരണ പ്രതിഭാസം ഉണ്ടാകുന്നുണ്ട്. ഈ വയനാട് ഉരുൾപൊട്ടലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികൾ വളരെ ആശങ്കയിലാണ്. ഈ ഭൂകമ്പ മാപിനിയിൽ ഇതൊരു ഭൂകമ്പമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും സർ? ഇത് വാസ്തവത്തിൽ എൻ്റെ മനസ്സ് ഓടിപ്പോകുന്നത് കോട്ടുള്ളിയിലെ ശബ്ദത്തിനെ പറ്റിയാണ്. കോട്ടുള്ളി കോഴിക്കോട് താലൂക്കിൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ കോഴിക്കോട് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളൊരു പ്രദേശമാണ്. പിന്നെ നമ്മുടെ ഈ തിരുവിതാംകൂർ സൈഡിലോ തിരുവനന്തപുരം സൈഡിലോ ഉള്ള ഭൂപ്രകൃതി എല്ലാം മലബാറിലുള്ളത്, മലപ്പുറം മുതൽ വടക്കോട്ട് അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ സ്റ്റേബിൾ ലാൻഡ് എന്ന് പറയും. പിന്നെ ഡീപ്പ് വാലീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോട്ടുള്ളി പ്രദേശത്ത് മേ ബി ഒരു 15 വർഷം മുമ്പ് ഒരു ഒച്ച കേൾക്കുമായിരുന്നു. ആളുകളൊക്കെ പരിഭ്രാന്തരായി. ഒരാഴ്ചയോളം അത് വാർത്താ പ്രാധാന്യം തന്നെ ഉണ്ടായിരുന്നു എല്ലാ മാധ്യമത്തിലും, അച്ചടി മാധ്യമമായാലും ശരി, വിഷ്വലായാലും ശരി. പക്ഷേ അന്നും ഇതിന് അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും ചെയ്യാതെ അതങ്ങ് നിന്നു. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഈ അമ്പലവയൽ പ്രദേശത്ത് ഈ കോട്ടുകുളി പോലെയുള്ള അതല്ലെങ്കിൽ അതുമായിട്ട് സാമ്യമുള്ള എന്ത് നടന്നാലും ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾ പരിഭ്രാന്തരാകും, അവർ ഭയന്നു പോകും, അവർ കുറ്റം പറയരുത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പരിഭ്രാന്തി പടരേണ്ട ഒരു കാര്യവും അവിടെ ഈ പറഞ്ഞ പ്രകമ്പനം കൊണ്ട് അല്ലെങ്കിൽ ഒച്ച കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് അവിടെ പോകേണ്ടത്. കാരണം ഒന്ന്, മഴയില്ല. നമ്മളെല്ലാവർക്കും ഇപ്പോൾ പരക്കെ അറിയാം മഴയാണ് ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ. പക്ഷേ എന്താണ് ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ? ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം സൂചിപ്പിച്ച പോലെ കോട്ടുകുളിയിലെ ശബ്ദമാണ്. സാർ, ഈ സീസ്മോളജി സെൻറ്റർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഭൂകമ്പം ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, അത്തരം ഒരു സാധ്യത ഇല്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മളത് പാടെ തള്ളിക്കളയേണ്ടതുണ്ടോ? എന്താണത്? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണ്ണിനടിയിലുള്ള ഒരു പ്രതിഭാസമാകാൻ ഉരുൾപൊട്ടലിന് ശേഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണെന്നൊക്കെ വിദഗ്ധർ പറയുന്നുമുണ്ട്. അങ്ങനെ നമുക്ക് നിർവചിക്കാൻ കഴിയുമോ? ഇത് അത് ഒന്നാമത് ആദ്യം മനസ്സിലാക്കേണ്ടത്, കേരളം ഈ ദുരന്തം സൃഷ്ടിക്കുന്ന ഭൂകമ്പ മേഖലയിലേ അല്ല. ഇതാണ് പാഠം ഒന്ന്. നമ്മൾ അങ്ങനെ ഭയപ്പെട്ടിട്ട് കാര്യമേ ഇല്ല. ഇവിടെ റിക്ടർ സ്കെയിലിൽ 2.4 2.3 അല്ലെങ്കിൽ 3.1 മെഷർ ചെയ്യുന്ന ഭൂകമ്പം എന്നുള്ള വാക്കുപോലും ഞാൻ ഉപയോഗിക്കില്ല. പ്രകമ്പനങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് പല കാരണങ്ങളുണ്ട്. അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രകമ്പനത്തിനേക്കാളും അല്പം ഉയർന്നതാണ്. അതിനൊരു പ്രധാന കാരണം ഈ പ്രകമ്പനത്തിന് ഒരു പ്രഭാവ കേന്ദ്രമുണ്ട്. ഈ പ്രഭാവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അറേബ്യൻ സീ എന്ന് പറയുന്ന ലക്ഷദ്വീപ് സീയുടെ ഫ്ലോറിലാണ്. അതായത് ഒരു റിഡ്ജുണ്ട് ഭൂമിയുടെ അടിയിൽ, ഭൂമിയുടെ കരയിലുണ്ട് റിഡ്ജസ്. ഇത് സമുദ്രത്തിലെ ഒരു മലനിരയ്ക്ക് തുല്യമായ റിഡ്ജുകളാണ് ഇതിന് ഇന്ത്യയിലോ ഭൂമിയുടെ എല്ലാ സമുദ്രത്തിൻ്റെയും അടിത്തട്ടിലുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഈ റിഡ്ജസിനെ പറ്റി ഇപ്പം പ്രതിപാദിക്കാനുള്ള സമയമല്ല. പക്ഷേ ഇവിടെ നമുക്ക് കേരളത്തിൽ ഉണ്ടാവുന്ന പ്രകമ്പനങ്ങൾ എത്ര നന്നേ ചെറുതായാലും അതിൻ്റെ പ്രഭവസ്ഥാനം ലക്ഷദ്വീപ് സീയിലെ റിഡ്ജിലാണ്. പ്രജിൻ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളോട് അദ്ദേഹം പറയുന്നത് ഒരു ആശങ്കയ്ക്ക് ഇടയാക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ വിശദമായ ഒരു പരിശോധന വേണം, അതിനുശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. ആവർത്തിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പ്രളയം, മറ്റൊന്ന് ഉരുൾപൊട്ടൽ. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പല മേഖലകളിലും ഉണ്ടായി വരുന്ന ഈ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമാണ്, കുഴലീകൃത മണ്ണൊലിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അത് പലപ്പോഴും ഈ ഉരുൾപൊട്ടലിന് കാരണമാകാറുണ്ട് എന്ന പഠനം നേരത്തെ നടത്തിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ? ഇവിടെ ഇപ്പോൾ സംഭവിച്ചതൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൂടിയാണോ എന്നൊരു കാര്യം കൂടി ചോദിക്കാം.
സാർ ഈ സോയിൽ പൈപ്പിംഗ് അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ നടന്നിട്ട് ഒക്കെ ഉണ്ടല്ലോ ഇത്തരത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാരണങ്ങൾ എന്തെങ്കിലും ആയിരിക്കുമോ ഇത്തരത്തിൽ പ്രതിഭാസം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഒരു അസാധാരണ പ്രതിഭാസം ഉണ്ടാകാനുള്ള ഒരു കാര്യം? അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടിക്കടി ഈ കേരളത്തിലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സമയത്ത് ഈ കാലാവസ്ഥാ വകുപ്പിന് അല്ലെങ്കിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ കുറേ കൂടി വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളും ഒക്കെ നൽകേണ്ടതല്ലേ പൊതുജനങ്ങൾക്ക്? ആദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഏത് ഏജൻസി ആയാലും ഏത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഏജൻസി ആയാലും ലിമിറ്റേഷനുണ്ട്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോവുക, അവിടുത്തെ ബെസ്റ്റ് ഹോസ്പിറ്റലിൽ പോയാൽ എന്താ അവസാനം ഈ ഡോക്ടർമാരെന്താ പറയും, ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ബാക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ട ദൈവത്തിന് പ്രാർത്ഥിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ അറിവ്, ഇതിനെല്ലാം പരിമിതിയുണ്ട്, ഇൻഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കുകയരുത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മളെന്താ, ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചെന്താ, ഹൈൻസൈറ്റാണ്. മുൻകാലത്തിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് സംസാരിക്കാനോ അതിനെപ്പറ്റി ആലോചിക്കാനോ അതിനെപ്പറ്റി ഒരു വീക്ഷണം ഉണ്ടാക്കാനോ പറ്റുള്ളൂ. അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ കാലം പറഞ്ഞാൽ 1 വർഷമോ 2 വർഷമോ അല്ല, കഴിഞ്ഞ ദശകങ്ങളിൽ, കഴിഞ്ഞ സെഞ്ച്വറീസിൽ, കഴിഞ്ഞ മില്ലേനിയത്തിൽ, നമ്മൾ റെക്കോർഡ് കീപ്പിംഗ് തുടങ്ങിയ കാലം മുതൽ അന്നത്തെ രേഖയുടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലെ ഭൂകമ്പം, കേരളത്തിലെ ഭൂകമ്പം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന പോലെയാണ്, ഒരു ജനറിക് ടേമാണ്. നമ്മൾക്കുള്ളത് ട്രെമേഴ്സ് മാത്രമേ ഉള്ളൂ. ട്രെമേഴ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഭൂകമ്പമാണ്. പലതരത്തിലുണ്ട്, പലതരത്തിലുള്ള ഇൻറ്റൻസിറ്റി, അതിലൊരു റിക്ടർ സ്കെയിൽ അതൊക്കെ വിട്ടോളൂ. പക്ഷേ എന്തായാലും ഇതിന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തോതിലുള്ള ഇത് നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആര് വിചാരിച്ചാലും ഈ പ്രകമ്പനം നിർത്തലാക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പ്രഭവസ്ഥാനം ലക്ഷദ്വീപ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണ്. ലക്ഷദ്വീപ് സമുദ്രം എന്ന് പറഞ്ഞാൽ അറേബ്യൻ സീ, വേറൊന്നുമില്ല. ഇവിടുന്ന് 300-400 കിലോമീറ്റർ അകലെയാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആശങ്കയ്ക്ക് ഒരു സാഹചര്യവും തൽക്കാലം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹവും നമ്മളോട് പറയുന്നത്. ശരി, ഹരിയാണ് ഇപ്പോൾ അവിടെ കേരള യൂണിവേഴ്സിറ്റി ജിയോളജി വിഭാഗം മുൻ മേധാവിയും ജിയോളജിസ്റ്റുമായ ത്രിവിക്രംജിയുമായി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കേരളം ഒരു ഭൂകമ്പ പ്രദേശമേ അല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്ന പ്രകമ്പനങ്ങൾ മാത്രമാണ്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി അതിനുശേഷം ഉണ്ടാകുന്ന ചില ഭൗമ പ്രതിഭാസങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഇതിനെ ഭൂകമ്പമായി നമുക്ക് ചിത്രീകരിക്കാനോ പറയാനോ കഴിയില്ല. മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഭൗമാന്തര ഭാഗത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രതിഭാസങ്ങൾ അത് കൃത്യമായി പ്രവചിക്കുക പ്രയാസമാണ്. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ്, പരിമിതികളുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പഠിച്ച് അത് പറയുക മാത്രമേ കഴിയുകയുള്ളൂ. അത് മുൻകൂട്ടി പ്രവചിക്കുക, കൃത്യമായി പ്രവചിക്കുക അസാധ്യമാണ് എന്നാണ് ഇപ്പോൾ ത്രിവിക്രംജി നമ്മളോട് പറഞ്ഞത്.